നമ്മൾ ഇന്ത്യക്കാർക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു കളിയല്ല, അതൊരു വികാരമാണ്. നമ്മുടെ ചോരയിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ് ക്രിക്കറ്റ്. ആ ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പണക്കൊഴുപ്പുള്ള ക്രിക്കറ്റ് ബോർഡ് ഏതാണ്? സംശയമില്ല, നമ്മുടെ BCCI തന്നെ. കോടികൾ മറിയുന്ന വലിയൊരു സാമ്രാജ്യം. പക്ഷേ ഈ തിളക്കമുള്ള സാമ്രാജ്യത്തിൻ്റെ ഉള്ളറകളിൽ ഇപ്പോൾ പുകയുന്ന ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ ടീമിൻ്റെ പെർഫോമൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അയർലൻഡിനോടും ഇംഗ്ലണ്ടിനോടും ഒക്കെ 2020 മത്സരങ്ങളിൽ തുടർച്ചയായി തോൽക്കുന്ന ഒരവസ്ഥ. ആരാധകർ വലിയ നിരാശയിലാണ്. മാനേജ്മെൻറ്റിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ പുറത്ത് കാണുന്ന ഈ കളിയിലെ തോൽവിയേക്കാൾ വലിയൊരു രാഷ്ട്രീയ കളി ഇതിൻ്റെ തലപ്പത്ത് നടക്കുന്നുണ്ടെന്നാണ് പ്രതിപക്ഷവും മുൻ BCCI ഭാരവാഹികളും ഇപ്പോൾ തെളിവ് സഹിതം പുറത്തുവിടുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റാരെയും കുറിച്ചല്ല, BCCIയുടെയും ഇപ്പോൾ ICCയുടെയും ഒക്കെ തലപ്പത്തിരിക്കുന്ന ജയ്ഷ എന്ന വ്യക്തിയെക്കുറിച്ചാണ്. ആരാണ് ജയ്ഷ എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ. വാസ്തവത്തിൽ എന്താണ് അവിടെ നടക്കുന്നത്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് വളരെ ലളിതമായൊരു ചോദ്യത്തിലൂടെ കാര്യത്തിലേക്ക് കടക്കാം. ജയ്ഷയ്ക്ക് ക്രിക്കറ്റിൽ എന്തെങ്കിലും കായിക പാരമ്പര്യമുണ്ടോ? ഇല്ല. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഭ്യന്തര ടൂർണമെന്റിലോ രഞ്ജി ട്രോഫിയിലോ വലിയ രീതിയിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ? അതുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ബോർഡിൻ്റെ സെക്രട്ടറിയായും ഇപ്പോൾ ICC തലപ്പത്തുമൊക്കെ എത്തിയത്? ഉത്തരം വളരെ സിമ്പിളാണ്. അമിത്ഷായുടെ മകൻ എന്ന ഒരു ഒറ്റ ലേബൽ കൊണ്ട്. പണ്ട് BCCIയുടെ തലപ്പത്തിരുന്ന ആളുകളെ ഒന്ന് ഓർത്തു നോക്കൂ. ശരത് പവാർ, രാജീവ് ശുക്ല അല്ലെങ്കിൽ ജഗ്മോഹൻ ഡാൽമിയ, ഇവരൊക്കെ വലിയ രാഷ്ട്രീയക്കാരോ ബിസിനസ്സുകാരോ ഒക്കെ ആയിരുന്നെങ്കിൽ പോലും ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷനിൽ വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ളവരായിരുന്നു. എന്നാൽ ജയ്ഷയുടെ കാര്യം വരുമ്പോൾ പൂർണ്ണമായും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തെ അവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നു എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ആരോപിക്കുന്നത്. ഇതിപ്പോൾ വെറുതെ പറയുന്നതല്ല. BCCIയിൽ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ആർക്കായാലും സംശയം തോന്നും. പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് IPL ബിഡ്ഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ്. ഓരോ വർഷവും 10 ടീമുകൾ മാറ്റുരയ്ക്കുന്ന, കോടികൾ മറിയുന്ന വലിയൊരു ഉത്സവമാണ് IPL. ഇതിൻ്റെ ടീം ബിഡ്ഡിങ്ങും ബ്രോഡ്കാസ്റ്റിംഗ് അവകാശങ്ങളും ഒക്കെ കൈമാറുമ്പോൾ കൺസീൽഡ് ടെൻഡർ അഥവാ രഹസ്യ ടെൻഡറുകളുടെ പേരിൽ വലിയ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നാണ് ആരോപണം ഉയരുന്നത്. സുതാര്യമല്ലാത്ത ഇത്തരം ഇടപാടുകളിലൂടെ ആർക്കാണ് ലാഭമുണ്ടാകുന്നത്? ഈ കോടികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഇന്ത്യൻ ക്രിക്കറ്റിനെ പതിയെ പതിയെ കാർന്ന് തിന്നുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ജയ്ഷയുടെയോ അഥവാ അമിത്ഷായുടെ കുടുംബത്തിൻ്റെയോ പേരിൽ ഇത്തരം സാമ്പത്തിക അഴിമതി ആരോപണങ്ങൾ വരുന്നത് ഇതാദ്യമായിട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. നമുക്കൊന്ന് പുറകോട്ട് നോക്കിയാൽ, അതായത് 2014 കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ജയ്ഷയുടെ ബിസിനസ് സാമ്രാജ്യത്തിനുണ്ടായ വളർച്ച രാജ്യം മുഴുവൻ ചർച്ച ചെയ്തതാണ്. 2017 ദി വയർ എന്ന പ്രമുഖ മാധ്യമം പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ജയ്ഷയുടെ ഉടമസ്ഥതയിലുള്ള ടെമ്പിൾ എന്റർപ്രൈസസ് എന്ന കമ്പനിയുടെ കഥയായിരുന്നു അത്. അതിൻ്റെ കണക്കുകൾ കേട്ടാൽ ആരും ഞെട്ടും. 2014-15 സാമ്പത്തിക വർഷത്തിൽ വെറും 50,000 രൂപ മാത്രം വരുമാനമുണ്ടായിരുന്ന അല്ലെങ്കിൽ നഷ്ടത്തിലായിരുന്ന ആ കമ്പനി തൊട്ടടുത്ത വർഷം, അതായത് 2015-16 ആയപ്പോഴേക്കും അതിൻ്റെ വിറ്റുവരവ് എത്രയായിട്ടാണ് ഉയർന്നത്? വെറും ഒരു വർഷം കൊണ്ട് 80 കോടി രൂപയായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, 16,000 ഇരട്ടിയിലധികം വളർച്ച. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ബിസിനസ് ചെയ്താൽ ഒരു വർഷം കൊണ്ട് ഇങ്ങനെ വളരാൻ പറ്റുമോ? അന്ന് ഇതിനെതിരെ വലിയ രീതിയിലുള്ള തട്ടിപ്പാരോപണങ്ങൾ ഉയർന്നിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും കൃത്യമായ ഈടില്ലാതെ വലിയ തുകകൾ വായ്പയായി ഈ കമ്പനിക്ക് ലഭിച്ചു എന്നും ആരോപണമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് എന്തുണ്ടായി? ഈ വിവാദങ്ങൾ കത്തിപ്പടർന്നതോടെ ആ കമ്പനി പെട്ടെന്ന് തന്നെ പൂട്ടിപ്പോവുകയും ചെയ്തു. ഇത് മാത്രമല്ല, അമിത്ഷായുടെ പേരിൽ മുൻപ് ഗുജറാത്തിൽ നിന്ന് ഉയർന്നു വന്ന സഹകരണ ബാങ്ക് വിവാദങ്ങളും
കോടികളുടെ അഴിമതി ആരോപണങ്ങളും നമ്മൾ കണ്ടതാണ്. അന്ന് ഈ തട്ടിപ്പ് കഥകൾ പുറത്തു വന്നപ്പോൾ കേന്ദ്ര സർക്കാർ തങ്ങളുടെ അന്വേഷണ ഏജൻസികളെയും അധികാരത്തെയും ദുരുപയോഗം ചെയ്ത് അതിനെയൊക്കെ അടിച്ചമർത്തി ഒതുക്കി തീർത്തു എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആക്ഷേപം. അന്ന് ബിസിനസ്സിൽ കാണിച്ച അതേ അത്ഭുത മാജിക് ആണോ ഇപ്പോൾ ജയ്ഷ BCCIയിലും കാണിക്കുന്നത് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ചോദിക്കുന്നത്. രാജ്യത്തിന്റെ പൊതുസ്വത്തുക്കളും കായിക രംഗവും സ്വന്തം കുടുംബത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും താല്പര്യങ്ങൾക്കായി ഇവർ ദുരുപയോഗം ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് BCCIയിലെ ഇപ്പോഴത്തെ ഈ പുകച്ചിലുകൾ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന വശമുണ്ട്. കളിയിൽ രാഷ്ട്രീയം കയറിയാൽ എന്താകും അവസ്ഥ? പണ്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന് എന്താണ് സംഭവിച്ചത്? ഒരു കാലത്ത് ഏഷ്യയിലെ തന്നെ മികച്ച ടീമുകളിൽ ഒന്നായിരുന്ന ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ലോകകപ്പിൽ കളിക്കാൻ ഇന്നേ വരെ യോഗ്യത ലഭിക്കാതെ പോയത്? അതിന് കാരണം ഫുട്ബോൾ ഫെഡറേഷനിൽ നടന്ന നാറിയ രാഷ്ട്രീയ കളികളായിരുന്നു. അതേ അവസ്ഥ ക്രിക്കറ്റിലേക്കും കൊണ്ടുവരാനാണോ ഇവർ ഈ നോക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെ കായികപരമായ വളർച്ചയ്ക്ക് വേണ്ടത് രാഷ്ട്രീയ താല്പര്യങ്ങളല്ല, മറിച്ച് തുല്യതയും കഴിവിനുമുള്ള അംഗീകാരമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് കായിക രംഗത്ത് പോലും ഒരു പ്രത്യേക രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായുള്ള വിവേചനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ആരോപണം. മുഹമ്മദ് ഷമിയെ പോലെയുള്ള ഇന്ത്യക്ക് വേണ്ടി ജീവൻ നൽകി കളിക്കുന്ന മികച്ച കളിക്കാരെ പോലും മതത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലും മറ്റും മാറ്റി നിർത്താനും വേട്ടയാടാനും നോക്കുന്ന ചില പ്രവണതകൾ നമ്മൾ കണ്ടതാണ്. BJPയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇത്തരം വിവേചനങ്ങൾ കായിക രംഗത്തേക്ക് കൂടി പടർത്തുന്നത് രാജ്യത്തിന്റെ വളർച്ചയെ തന്നെ സ്തംഭിപ്പിക്കും. കളിക്കാരുടെ മെറിറ്റ് നോക്കാതെ രാഷ്ട്രീയ യജമാനന്മാരുടെ താല്പര്യങ്ങൾ നോക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി അപകടത്തിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് BCCIയുടെ ഇപ്പോഴത്തെ ഈ ഘടനയും ടീം മാനേജ്മെന്റും പൂർണ്ണമായി പരിഷ്കരിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തകർന്നടിയുന്ന കാഴ്ചയാകും പിന്നീട് നമ്മൾ കാണേണ്ടി വരുന്നത്. ഇനി കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. അമിത്ഷായുടെ മകൻ ജയ്ഷ എന്ന ഈ വമ്പൻ തിമിംഗലം ഇന്ത്യൻ ക്രിക്കറ്റിനെ ഉള്ളിൽ നിന്ന് കാർന്ന് തിന്നുകയാണോ? അതാണോ ഇപ്പോഴത്തെ തുടർച്ചയായ പരാജയങ്ങൾക്ക് കാരണം? അതോ ഇതെല്ലാം പ്രതിപക്ഷം ഉന്നയിക്കുന്ന വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണോ? എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.